ആരെയും കാണുന്നില്ലല്ലോ. തത്തമ്മയെ അല്ല, ഈ തത്തമ്മയെ പഠിപ്പിക്കേണ്ടായിരിക്കും ഉരുവിട്ട് നോക്കിയതാ. ആള് വരുന്നുണ്ട്. അറിയാൻ ഞാൻ പറഞ്ഞ പോലെ ധൈര്യമായിട്ട് വെൽക്കം വെൽക്കം. വെൽക്കം വെൽക്കം. ഐ ആം റൊസാരിയോ. ഐ ആം ആന്റോണിയോ. ദിസ് ഈസ് നെൽസൺ, റിംഗ് മാസ്റ്റർ നെൽസൺ. ഇതിനു മുമ്പ് വല്ല മൃഗത്തെയും ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടോ? ഇഷ്ടം പോലെ. കഴിഞ്ഞ ആഴ്ച ഒരു ചെറിയ മൃഗം ഞങ്ങളുടെ നാട്ടിലിറങ്ങി. എന്ത് മൃഗം? എന്ത് മൃഗം? ആന. ആന. അതെ അതെ, 5 ആന ഉത്സവത്തിന് വന്നു. ഉത്സവത്തിനോ? അല്ല, അത് പിന്നെ ഈ ഉത്സവത്തിന് വരുന്നത് പോലെ ഇങ്ങനെ വരി വരിയായി വന്നു എന്ന് പറയുമായിരുന്നു. 5-8 കാട്ടാന ഒന്നിച്ച് വന്ന എന്ത് കാട്ടാന. ആ 8 ഒറ്റയാനയും. ഒറ്റയാന 8? ഓ, ആ 8 ഒറ്റയാനയും ഒറ്റ രാത്രി കൊണ്ട് ഒറ്റയ്ക്ക് ട്രെയിൻ ചെയ്യിച്ച് അടുത്ത വർഷം ഉത്സവത്തിന് ഇറക്കിയ ആന ഈ നിൽക്കുന്ന. വിശ്വസിക്കാൻ പറ്റണില്ല. എനിക്കും. ഇതൊക്കെ എങ്ങനെ സാധിച്ചു? തത്തമ്മേ, പൂച്ച പൂച്ച. പൂച്ചയോ? അത്രയ്ക്ക് നിസ്സാരമാണെന്ന്. ഓക്കെ, കം ഓൺ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഏയ് വരൂ. അളി എന്നെ കൊലയ്ക്ക് കൊടുത്ത് അടക്കമുള്ള. ഏയ് കം ഓൺ. കമോണി. എവിടെ തത്ത? സത്തയോ? ഞങ്ങള് നിങ്ങളെ ഏൽപ്പിക്കാൻ പോകുന്ന ഒരു കരടിയെയാ. അല്ല, അദ്ദേഹം ഒരു സിംഹത്തെയോ പുലിയോ ആണ് പ്രതീക്ഷിച്ചത്. കരടിന്ന് കേട്ടപ്പോ അയ്യേ ഇത്രയേ ഉള്ളോ, അത്രയേ ഉള്ളൂ. എനിക്ക് ഒരാഴ്ചക്കകം വേദിയിൽ അവതരിപ്പിക്കണം. നടക്കോ? നടക്കില്ല, നമുക്ക് പോവാം. കാശ് എത്ര വേണേലും ഞാൻ തരാം. എനിക്ക് ഒന്നും വേണ്ട. അയ്യോ, ഇനി പുള്ളിക്കാരൻ പിണങ്ങിപ്പോയാ? അയ്യേ, അതൊക്കെ ഞാൻ പറഞ്ഞ് ശരിയായിക്കോളാം. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഒരു 10,000 രൂപ കൂടി എടുത്ത് കൈ വെച്ചോ. കാശ് കണ്ടാലേ അദ്ദേഹം വീട് കേട്ടോ. മാസ്റ്റർ പോടാ. അയ്യോ പോവല്ലേ. അയ്യോ 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 എന്റെ പൊന്നളിയാ. അയ്യോ എവിടെ പോവാ? ഞാൻ എന്റെ ഉയരം കൊണ്ട് വീട്ടിൽ പോവാ. അളിയോ, അളിയൻ ആ തമ്പ് മാനേജറെ ശ്രദ്ധിച്ചായിരുന്നു? ഒരാരാച്ചാരുടെ ലുക്കില്ലേ. 5-6 കുത്തി മറത്തിയിട്ടുള്ളവനാ അയാള്. അഡ്വാൻസ് മേടിച്ചിട്ട് പറ്റില്ല എന്ന് പറഞ്ഞാലുണ്ടല്ലോ, കുത്തി കുടലെടുക്കുവൻ. വായങ്ങോട്ട്. കർത്താവേ, ഞാനിപ്പോ സോഡാ കുപ്പിക്കകത്ത ഗോലി പോലെയല്ല. അങ്ങോട്ടും പോവാൻ പോയ, ഇങ്ങോട്ടും പോവാൻ പോയ. എന്നാലേ ഇങ്ങോട്ട് വാ. അളിയ, എന്റെ ശരീരം കരടിക്ക് തീറ്റയായിട്ട് കൊടുത്തേ. ഇതാ ക്യാഷ്. അപ്പോ എല്ലാം പറഞ്ഞ പോലെ. എവിടെയാ കരടി? വരൂ, കാണിക്കാം. ധൈര്യമായിട്ട് പോവുക. അവര് കരടി ഉപദ്രവിക്കോ? വാ, നമുക്ക് പോയി നോക്കാം. നല്ല കൊഴുത്ത് മുഴുത്ത കരടി. എന്റെ അമ്മോ, ഹിമാലയൻ കരടി. എന്തൊരു രൂപം. ആ കൂട്ടിനടുത്തേക്ക് വാ. എനിക്ക് പേടിയാ. മറ്റുള്ളവരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടേ. എനിക്ക് വയ്യ. അയ്യോ, കൂട് പൂട്ടിയിട്ടുണ്ടോ നോക്ക്. നന്നായിട്ട് പൂട്ടിയിട്ടുണ്ട്. കരടിക്കുട്ട, ഇങ്ങനെ എന്ന് പറഞ്ഞാ പോരാ, അതിനെ പുറത്തിറക്കി പഠിപ്പിക്കാൻ നോക്ക്. എല്ലാവരുടെ മുമ്പിൽ അളിയ നല്ലൊരു ട്രെയിനറാണ് കാണിക്കട്ടെ. കരടി കൂടെ തുറക്കണം. അതെ, കയറ് കെട്ടി ഇറക്കിയാ മതി. സ്പെഷ്യൽ ട്രെയിനിങ്. ജാവോ ജാവോ. ഈ വഴി കൊണ്ടൊരു 10 അടി കൂടെ എല്ലാരും കാണട്ടെ. കരടി വയലന്റ് ആകുമോ? ഏയ്, വളരെ സൈലന്റാ. ഇന്നത്തേക്ക് മതി. ഇതിനെ പിടിച്ച് കൂട്ടിക്കേറ്റ്. ഇങ്ങോട്ട് വേണ്ട, ഇങ്ങനൊന്നുമല്ല, ഞാൻ പഠിപ്പിക്കാം. കരടി ഞാൻ പറഞ്ഞില്ല, ഇത് വയലന്റ്. ഇനി മുതൽ ആരും ഈ ട്രെയിൻ സ്ഥലത്തേക്ക് വരണ്ട. ആടുകളെ കണ്ടാൽ ഈ കരടിക്ക് വട്ടളവും. അഭ്യാസങ്ങൾ പഠിപ്പിച്ചിട്ട് ഞങ്ങൾ നിങ്ങളെ അറിയിക്കാം. ഇപ്പൊ നിങ്ങൾ പൊയ്ക്കോ. ഹിന്ദി പോലോ? മലയാളം തന്നെ ശരിക്കും അറിഞ്ഞൂടാ, പിന്നെയാണ് അവന്റെ കിണ്ടി. അതെ, തുമ്പക്ക് ജാവോ ജാവോ. എന്റെ പൊന്ന് കരടി, എന്നോട് ക്ഷമിക്കണം. ഒരു ദുബായ് ജോലി സ്വപ്നം കണ്ട് വന്നവനാ ഞാൻ. ദയവ് ചെയ്ത് എന്നെ കൊന്ന് വൈരാഗ്യം തീർക്കരുത്. മൈ ഡിയർ കരടി, പ്ലീസ്. ഞാൻ പാവം, ഒത്തിരി അടി കൊണ്ടു. അവര് പറയുന്നതൊക്കെ വേഗം പഠിച്ചാ തല്ലൂലാട്ടോ. വാ പോവാം. മക്കള് നിന്നേൻ. കരടി മാമനാ വിളിച്ചത്. കരടി സംസാരിക്കണോ? മക്കളുടെ പേരെന്താ? ഞാൻ പൊന്നു. ഞാൻ ചെന്നു. കരടി മാമൻ സംസാരിക്കോ? പിന്നെ കരടി മാമൻ സംസാരിച്ച കാര്യം മക്കൾ ആരോടും പോയി പറയരുത് കേട്ടോ. ഇല്ല, ഞാനും പറയില്ല. കരടി മാമന് ഭയങ്കര വിശപ്പ്. എന്താ വേണ്ടത്?
മനുഷ്യൻ കഴിക്കണത് എന്തായാലും മതി. ഞങ്ങൾ ഇപ്പൊ കൊണ്ടുവരാം. പിന്നെ സിഗരറ്റ് കിട്ടണേ അതും. കരടിമാമൻ സിഗരറ്റ് വലിക്കോ? കൂട്ടി കിടന്ന് ബോറടിക്കുമ്പോ വലിക്കാനാ. ആരും കാണാതെ കൊണ്ടുവരണം. ഒരു തീപ്പെട്ടി എടുത്തോ. ഇപ്പൊ കൊണ്ടുവരാം. ഇങ്ങോട്ട് നീക്കി. നല്ല മക്കള്. കഴിച്ചോ, കഴിച്ചോ, വേഗം കഴിച്ചോ. സിഗരറ്റ് കരടിമാമൻ എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടുക? എന്നെ രക്ഷിക്കാൻ ആരെങ്കിലും വരാതിരിക്കില്ല.